Hello students, in this video we'll be discussing about two illustrations that is there in the textbook related with capital structure decisions. So whenever the company want to make a financing decision, they will have to decide whether they have to raise the finance through equity or preference shares or issuing debt capital. So in the last video we have discussed about the situations where it will be profitable for an organization to accept debt capital and when it will be suitable for equity financing. So in this problem, so we are moving on to practical questions. See, in this question, Pi and company has currently an all equity capital structure. ഇപ്പോൾ ഉള്ളത് മൊത്തം equity ആണ് and that is 7,500. അത് അവിടെ ക്ലിയർ അല്ല തോന്നുന്നു. 7,500 equity shares of rupees 100 each. അപ്പോൾ 7,50,000 equity shares ആണ് ഉള്ളത്. Okay, the management is planning to raise another 20 lakhs to finance major programs. അപ്പോൾ they need a financing of 20 lakhs for a expansion project. അവരുടെ മുമ്പിൽ മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഐദർ ദേ ക്യാൻ ഇഷ്യൂ 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 100 each, or they can issue 20,000 preference shares, 8% preference shares, or 20,000 8% debentures. ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് കമ്പനിയുടെ മുമ്പിലുള്ളത്. ദ കമ്പനീസ് എക്സ്പെക്റ്റഡ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് 6 lakh ആണ്. ഓക്കെ, ഇൻട്രസ്റ്റും ടാക്സിന് മുമ്പുള്ള കമ്പനിയുടെ എക്സ്പെക്റ്റഡ് ഏർണിങ്സ് 6 ലക്ഷമാണ്. And the corporate tax is 30%. Determine the earning per share in each alternative and comment which alternative is best and why. അപ്പോൾ ഇതിനകത്ത് EPS കണ്ടെത്തിയിട്ട് ആ ഏർണിംഗ് പെർ ഷെയറിൻ്റെ ബേസിസിൽ ഏത് ഫിനാൻസിങ് ഡിസിഷനാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 6 lakh ആണ്. അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻസിനെയും നമ്മൾ ഒരുമിച്ചാണ് നോക്കുന്നത്. ഇക്വിറ്റി ഫിനാൻസിങ് ആണെങ്കിൽ എങ്ങനെയിരിക്കും, പ്രിഫറൻസ് ആണെങ്കിൽ എങ്ങനെയിരിക്കും, ഡിബെഞ്ചർ ആണെങ്കിൽ എങ്ങനെയിരിക്കും. ഇതിനകത്ത് ഡിബെഞ്ചർ ആണെങ്കിൽ ഈ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് എലമെൻറ്റ്, ഈ ഇൻട്രസ്റ്റ് എലമെൻറ്റ് എങ്ങനെ കിട്ടി? 20 lakh ഡിബെഞ്ചേഴ്സ് ആണ് വരിക, rupees 20 lakh ഡിബെഞ്ചേഴ്സ് ആണ് വരിക. ആ 20 lakhൻ്റെ 8%, അതാണ് 1,60,000. അങ്ങനെ ഇൻട്രസ്റ്റ് എലമെൻറ്റ് നമുക്ക് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, സോ യു ക്യാൻ റെഡ്യൂസ് ഇറ്റ് ആൻഡ് യുവർ ഏർണിങ്സ് വിൽ ബിക്കം, ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് വിൽ ബി 4,40,000 ഇൻ ദ തേർഡ് കേസ്. ആദ്യത്തെ രണ്ടെണ്ണത്തിലും അത് വ്യത്യാസമില്ല, കാരണം എന്താ പറയുക, ഒന്ന് ഇക്വിറ്റിയാണ്, ഒന്ന് പ്രിഫറൻസ് ഷെയറാണ്, അവിടെ ഇൻട്രസ്റ്റ് എലമെൻറ്റ് വരുന്നില്ല. ഇനി അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാണുക. അപ്പോൾ ടാക്സ് 30% ആണ് കോർപ്പറേറ്റ് ടാക്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് കേസിലും 6 lakhൻ്റെ 30% ആണ് വരിക, അതാണ് 1,80,000. തേർഡ് കേസിൽ 4,40,000ൻ്റെ 30% ആണ് വരിക, അപ്പോൾ 1,32,000. അങ്ങനെ ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കണ്ടെത്തി. ഈ ഏർണിംഗ് ആഫ്റ്റർ ടാക്സിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റും കൂടെ കുറച്ചിട്ടുള്ളതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ഉണ്ടാവുക. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ കാണുന്ന സമയത്ത് വാട്ട് ഈസ് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എന്നുള്ളത് കുറയ്ക്കണം. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കും ഇതേപോലെ 8% ആണ് വരുന്നത്, അപ്പോൾ 1,60,000 കുറയും. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിറ്റി ഫസ്റ്റ് കേസിൽ 4,20,000 വരും, സെക്കൻഡ് കേസ് ആകുമ്പോൾ 2,60,000 വരും, തേർഡ് സിറ്റുവേഷൻ ആണെങ്കിൽ 3,08,000 വരും. ഇനി ഫസ്റ്റ് സിറ്റുവേഷനിൽ വീണ്ടും 20,000 ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടി. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ആദ്യത്തെ 7,500ൽ നിന്നും 20,000 കൂടെ കൂടി 27,500 ആയി. സെക്കൻഡ് കേസിൽ എണ്ണം കൂടിയിട്ടില്ല, കാരണം പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ് കൂടിയത്. അപ്പോൾ 7,500 തന്നെ, തേർഡിലും 7,500 തന്നെ. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇൻകം അവൈലബിൾ ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ 15, ഫസ്റ്റ് കേസിൽ 15 വരും, സെക്കൻഡ് കേസിൽ 35 വരും, തേർഡ് കേസിൽ 41 വരും. സോ ദ ഹയസ്റ്റ് എന്താ പറയുക ഏർണിംഗ് പെർ ഷെയർ ഇസ് ഇൻ ദ കേസ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ്. അപ്പോൾ 41 വരും. അപ്പോൾ സോ ദേ വിൽ ബി ഇഷ്യൂയിങ് 20,000 debentures, 8% debentures for financing the expansion proposal. Hope this problem is clear. Now we are moving on to the second question. In this, the situation of three companies A, B and C raised capital in three alternative ways.
3 കമ്പനീസിൻ്റെ സിറ്റുവേഷൻ തരാണ്. അതിനകത്ത് ക്യാപിറ്റൽ 4 lakh ആണ് എക്ക്, ബിക്ക് 3,20,000, സിക്ക് 80,000. എക്ക് ലോണുകളൊന്നുമില്ല, അതായത് ഫുൾ ഇക്വിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ബിയിൽ ഒരു 80,000 ലോൺ ഉണ്ട്, അതായത് സ്മോൾ പോർഷൻ ഓഫ് ലോൺ. ആൻഡ് സിയിലാണ് ഏറ്റവും കൂടുതൽ ലോൺ ഉള്ളത്, 3,20,000 ലോണാണ്. അങ്ങനെ ഇവരുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 പേർക്കും 4 lakh rupees-ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 10% ആണ്. ഇപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 3 സിറ്റുവേഷൻസ് പറയാണ്. ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 25% എന്തായിരിക്കും സ്ഥിതി? ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഇസ് 10% എന്തായിരിക്കും സിറ്റുവേഷൻ? ഇഫ് ഇറ്റ് ഇസ് 8% എന്തായിരിക്കും സിറ്റുവേഷൻ? ഇവരുടെ റേറ്റ് ഓഫ് ടാക്സ് തന്നിട്ടുണ്ട് 30%. എക്സ്പ്ലെയിൻ വിച്ച് കമ്പനീസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ദ ബെസ്റ്റ്. അങ്ങനെ അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാനുള്ള 3 ഓപ്ഷൻസ് തന്നിട്ട് ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ 3 തരത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചറുള്ള 3 കമ്പനീസ് തന്നിട്ട് ഇതിൽ ഏതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് നല്ലത് എന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ റേറ്റ് ഓഫ് റിട്ടേൺ 25% ആണെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 25% ആണെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് എടുത്ത് നോക്കൂ. എയിൽ റിട്ടേൺ എന്ന് വന്നിട്ട് 4 lakh ആണല്ലോ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ 4 lakhൻ്റെ 25% എന്ന് പറയുമ്പം 1 lakh ആണ് അവർക്ക് റിട്ടേൺ ഉണ്ടാവുക. അപ്പം എല്ലാവർക്കും റിട്ടേൺ 1 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണ് ബിക്കും സിക്കും കുറയ്ക്കാനുണ്ട്. ബിക്ക് കുഞ്ഞ് എമൗണ്ടേ ഉള്ളൂ, അതായത് ബിക്ക് ആകെ കൂടെ 80,000 ആണ് ലോൺ ഉണ്ടായിരുന്നത്. അതിൻ്റെ 10% എന്ന് പറയുമ്പം വന്നിട്ട് എത്രയാണ്? 8,000. ആൻഡ് സിയുടെ കാര്യത്തിൽ 3,80,000 അങ്ങാണ്ടും 3,20,000 എന്താണ് ഡെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ 10% ആണ് 32,000. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ബട്ട് ബിഫോർ ടാക്സ് കണ്ടെത്തി. അതിനകത്ത് 30% ടാക്സ് കുറച്ചു. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ എമൗണ്ട് 70,000 ഫോർ കമ്പനി എ, 64,400 ഫോർ കമ്പനി ബി ആൻഡ് 47,600 ഫോർ കമ്പനി സി. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ ഉള്ളത്. ഇതിനകത്ത് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് കൊടുക്കുക. അതെന്തായാലും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ ടാക്സ് കൊടുക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതിന് മുമ്പേ ഉള്ള അവരുടെ ഏർണിംഗ് പെർ ഷെയർ എത്രയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 17.5 വന്നിരിക്കുന്നത്? നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 70,000 ആണ്. അപ്പോൾ 4 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 70,000 പ്രോഫിറ്റ് കിട്ടിയ 70,000 ആണ് അവരുടെ ഏർണിങ്സ് വരിക. ഏർണിങ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്ര ശതമാനമാണ് അവർക്ക് ഏർണിംഗ് പെർ ഷെയർ കിട്ടുന്നത്? 17.5%. ഇങ്ങനെ ഓരോ 64,400 ആണ് 4 ലക്ഷത്തിന് 64,400 കിട്ടുന്നുള്ളെങ്കിൽ 4 ലക്ഷം അല്ല, അവർക്ക് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 3,20,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3,20,000 മുകളിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ 64,400. അപ്പോൾ അത് 20.125% ആണ്. സിൻ്റെ കാര്യത്തിൽ സിക്ക് ഷെയർസ് എന്ന് പറയുന്നത് ആകെ കൂടെ 80,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 80,000 മുകളിൽ സിക്ക് എത്ര കിട്ടുന്നുണ്ട്? 59.5% കിട്ടുന്നുണ്ട്. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ, റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ റേറ്റ് ഓഫ് റിട്ടേൺ 25%, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റ് ഫിനാൻസിങ് ആണ് നല്ലത്. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ഹയസ്റ്റ് ഏർണിംഗ് പെർ ഷെയർ ഉള്ളത് സിക്കാണ്. ഇനി സെയിം ആണെന്ന് കരുതിക്കോളൂ, 10% തന്നെയാണ് വിചാരിക്കുക. 10% ആണെങ്കിലുള്ള സിറ്റുവേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 40,000 ആണ് റിട്ടേൺ, അതായത് 10% ആണ് 4 ലക്ഷത്തിൻ്റെ 10%, 40,000. ഇതിനകത്ത് ബിക്കും സിക്കുള്ള ഇൻട്രസ്റ്റ് എലമെൻറ്റ് അത് 10%, അതിന് മാറ്റമൊന്നുമില്ല. ഇൻട്രസ്റ്റ് എലമെൻറ്റ് കുറച്ചു. അതിനുശേഷം പ്രോഫിറ്റ് ടാക്സ് കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരാൾക്ക് എക്ക് 28,000, മറ്റേ 22,400, മറ്റേത് 5,600. സി. അപ്പോൾ നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കാണുന്ന സമയത്ത് 3 പേർക്കും സെയിം ആണ്. അതായത് when the rate of return on investment and cost of capital is same. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാലും, ഏത് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, എല്ലാത്തിനും ഒരേ റിട്ടേൺ ആണ് കിട്ടുക. ഇനി മൂന്നാമത്തെ ഇൻസ്റ്റൻസ്, അതായത് റേറ്റ് ഓഫ് റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലും ആവുന്ന സിറ്റുവേഷൻസിൽ
അവിടെ നോക്കൂ, അവിടെ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ അതേ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5.6 കുറച്ചും കൂടി ഹയർ റേറ്റ് ഓഫ് ഏർണിംഗ് പെർ ഷെയർ കിട്ടുന്നത് ഇക്വിറ്റി ഫിനാൻസിങ്ങിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് വരിക? ഇഫ് ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഫിനാൻസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പലിശയേക്കാൾ കുറവാണ് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ ഇക്വിറ്റി ഫിനാൻസിങ്. ഇതാണ് ഇൻ്റർപ്രിട്ടേഷനിൽ എഴുതിയത്. ഇൻ കേസ് 1 where the rate of return is 25%, that it is more than the rate of interest 10%, capital structure C is the best. മറ്റേതിൽ എല്ലാ ക്യാപിറ്റൽ സ്ട്രക്ചറും ഒരേ റിസൾട്ടാണ്. ആൻഡ് ലാസ്റ്റ് വണ്ണിൽ അപ്പോൾ കേസ് 1 ആണ്, അതായത് ഇക്വിറ്റി ഫിനാൻസിങ് ആണ് സ്യൂട്ടബിൾ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഈ പ്രോബ്ലംസിൽ ഇത് മതിയായി. വേറെ 2 പ്രോബ്ലം കൂടെ ഉണ്ട്, സ്വന്തം ഒന്ന് ചെയ്ത് നോക്കുക. And we will move to another topic in the next video. Thank you.